തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ശാസ്ത്ര സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. സമ്മേളനത്തോടനുബന്ധിച്ച് സൗജന്യ ശാസ്ത്ര പ്രദർശനം, വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര ക്വിസ്, അധ്യാപകർക്കായി ശില്പശാല, ശാസ്ത്ര പ്രഭാഷണങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമ്മേളനവേദിയിൽ നിന്നും അരുണിമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. സാങ്കേതികവിദ്യ ജീവനാണെങ്കിൽ ശാസ്ത്രം അതിനു നൽകുന്ന ജീവവായുവാണ്. നമ്മൾ ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ഉയർത്തുമോ എന്ന് നമ്മൾ പേടിക്കുന്ന ഭീഷണികളെ കുറിച്ചൊക്കെ ഒരുപാട് പേടിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതിന് സയൻസിൻ്റെ തന്നെ പശ്ചാത്തലത്തിലൂടെ നെല്ലും ബദലും വേർതിരിക്കുന്ന തരത്തിലുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതാനും ചില ആളുകൾ, സയൻറ്റിസ്റ്റുകളെന്ന് വിളിക്കപ്പെടുന്ന കുറച്ച് ആളുകളുടെ മാത്രം വിഷയം എന്ന രീതിയിൽ സയൻസിനെ ചുരുക്കാതെ അത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ സ്റ്റേക്കുള്ള ഒരു വലിയ സാമൂഹ്യ വിഷയമായിട്ട് തന്നെ കാണാനുള്ള ഒരു ശ്രമം കൂടി ഇതിനകത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. മാറ്റത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മളിപ്പം കുറച്ച് കാലം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് അങ്ങനെ പറയത്തക്ക ഒരു ബ്രേക്ക് ത്രൂ ഇൻവെൻഷനോ ഡിസ്കവറിയോ ഒന്നും നമുക്ക് അവകാശപ്പെടാനായിട്ടില്ല. അതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ റോഡ് ലേണിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് മാത്രം ഓറിയൻറ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഇതുപോലത്തെ എക്സ്പോഷർ ധാരാളമായി കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്കായാലും നമ്മളുടെ കൂടെ തന്നെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കാണുന്ന നിറയെ കുഞ്ഞു മക്കൾ വരുന്നതാണ്. അപ്പം ഇത്രയും ചെറിയ പ്രായത്തിൽ അവർക്ക് ഇത്രയും വലിയൊരു സയൻസ് എക്സ്പോഷർ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്യൂരിയോസിറ്റിയും എല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യുക. അപ്പം ഉറപ്പായിട്ടും അത് അവരെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും അതിൻ്റെ റീസൺ എന്താണ്, അതൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലം സോൾവിങ് എങ്ങനെ ചെയ്യാം, സയന്റിഫിക് ടെമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി അവരെ ഹെൽപ്പ് ചെയ്യും. ഉറപ്പായിട്ടും അത് നമ്മുടെ ഫ്യൂച്ചറിനെ ഒരു ബ്രേക്ക് ത്രൂ ഇൻവെൻഷനിലോ ഡിസ്കവറിയിലേക്കോ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ് വരും വർഷങ്ങളിലെ ശാസ്ത്ര പുരോഗതിയെ സമൂഹം നോക്കിക്കാണുന്നത്. നമ്മുടെ ക്യൂരിയോസിറ്റിയുടെ തേഴ്സ്റ്റ് ഒന്ന് തീർക്കാനായിട്ട് തന്നെ നമ്മുടെ സയന്റിഫിക് റിസർച്ച് അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് വേറൊരു തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സയന്റിഫിക് ഡെവലപ്മെൻറ്റ്സിലൂടെ നമ്മുടെ ചുറ്റിനുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആക്ച്വലി ഫുള്ളി അങ്ങ് പോയിരുന്നെങ്കിൽ അതും കൂടെ സയൻസിന് തീർച്ചയായും ഒരു വലിയൊരു കോംപ്ലിമെൻ്റ് തന്നെയായിരിക്കും. നിർമ്മിത ബുദ്ധി പോലെ നാളത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരുപക്ഷെ സംസ്കാരത്തെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയും പിന്നിലായി പോകാതെ ഒപ്പം പിടിച്ച് കൂടെ എത്തിപ്പിടിക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ സമൂഹത്തിനുണ്ട്. വിവിധ മേഖലകളിൽ നാം കൈവരിച്ച പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും അരുണിമ കൃഷ്ണൻ.